അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ പഴയതായിട്ടുള്ള ചില ഇതേപോലത്തെ ചില വിളക്കുകളൊക്കെ കാണും. പണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇപ്പം ഇതിനെ കൊണ്ട് ഒരു യൂസും ഇല്ല. കണ്ട ഇപ്പം ഇന്ന് ചീത്തയൊക്കെ പോയി, കാരണം കുറേ നാൾ വഴക്കുള്ള തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് ക്ലീനൊക്കെ ചെയ്ത് അതുകൊണ്ട് വല്ല ഫ്ലവർ പോട്ടോ വല്ല എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കട്ടെ. അപ്പം നമ്മൾ ഇതുകൊണ്ട് വല്ല ഫ്ലവർ പോട്ട് ഉണ്ടാക്കാനായിട്ട് പോകണം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ അതിനു വേണ്ടി നമ്മളൊന്ന് ഈ മാസ്ക് ഒന്ന് ഇട്ട് വെക്കണം നല്ലതാണ്. അല്ലെങ്കിൽ അതിന്റെ തുരുമ്പക്കനാണ് മൂക്കിലൊക്കെ ആയിട്ട് നമുക്ക് വല്ല അസുഖം വരാൻ സാധ്യതയുണ്ട്. കാരണം എന്താണ് അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ സാനിറ്റൈസർ കൊണ്ട് ഒന്ന് ഉറച്ച് വെക്കണം. നല്ലോണം നമ്മളിങ്ങനെ ഉറച്ച് ശ്രമിക്കാം. അപ്പൊ നമ്മളൊന്ന് ഈ ഭാഗം ഒന്ന് അടിച്ചു കൊടുക്കണായിട്ട് നല്ലോണം. മാത്രം നല്ല നല്ല കളർക്ക് കേട്ടോളൂ. ഇപ്പൊ നമ്മൾ തുരുമ്പ ഏകദേശം ചിലപ്പോൾ തുരുമ്പൊന്നും പോകാറൊന്നുമില്ല. എന്നാലും ഇങ്ങനെ അടിച്ചു കൊടുക്കാം. പിന്നെ പിടിക്കാതിരിക്കും പിന്നത്തുള്ളത്. അങ്ങനെയാണെങ്കിൽ പിന്നെ തുരുമ്പടിച്ചതായിട്ട് തോന്നൂല. ക്ലീനും കൂടി ആട്ടണമെങ്കിൽ ക്ലീനും കൂടി ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മളിത് ചുമന്ന കളറാണ് അടിക്കുന്നത്. നമ്മളിത് പകുതി കളർ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടി അടിച്ചു കൊടുക്കാം. കുറച്ചും കൂടി നന്നായിട്ട് നമ്മളിത് ഏകദേശം ഇനി ഒന്ന് ഗ്രീൻ അടിച്ചു കൊടുക്കാം. നല്ലൊരു ഗ്രീൻ അടിച്ചു കൊടുത്ത ആരാ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എൻ്റെ ചേച്ചി ആട്ടത്. നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടാവും ചിലപ്പോൾ. പക്ഷേ എനിക്കൊരു കണ്ടന്റ് കിട്ടുന്നില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്ക് ബെറ്റർ വീഡിയോസ് ഇടാനായിട്ട് പറ്റുള്ളൂ. അതാണ് പ്ലീസ് സബ്സ്ക്രൈബ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനോട് ബെറ്റർ വീഡിയോസ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ഒരു ഇതൊരു പോർട്ടാക്കി നമുക്ക് ഇനി എടുക്കാം. അപ്പോൾ ഈ വശമാണ് നമ്മൾ ഈ ചില്ല് ഭാഗം. അപ്പം ഇത് കൊണ്ട് നമുക്കൊരു ലൈറ്റ് റേ കൊണ്ട് തന്നെ ഉണ്ടാക്കാം. കണ്ടോ? അപ്പോൾ ഇത് ഒന്ന് ഇവിടെ ഒരു ഇതാക്കി കൊടുക്കാം, ഒരു ഗ്രീൻ ആയിട്ട്. അപ്പോൾ ഒരു വെറൈറ്റി ആവും. ഗ്രീൻ പെയിൻ്റ് ആക്കി ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളിതിപ്പോൾ ഇത്രയും ഭാഗം നമ്മളൊരു പച്ച കളർ ഒരു വെറൈറ്റി ആവാൻ വേണ്ടിയാണ് നമ്മൾ. അപ്പം നമ്മൾ നേരത്തെ ആക്കാൻ ശ്രമിച്ചതാണ് ഈ തുരുമ്പക്കളയാൻ. പക്ഷെ അതൊന്നും വന്നില്ല. അപ്പോൾ നമ്മൾ നമുക്ക് ഒരു നല്ല ബെറ്റർ വീഡിയോസ് ഒക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് അധികം സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് നല്ല ബെറ്റർ വീഡിയോസ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ എന്നാൽ മാത്രമേ നമുക്കൊരു ബെറ്റർ വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഈ വശമൊക്കെ അടിച്ചെടുക്കാൻ നല്ലോണം. ഇപ്പൊ നമ്മുടെ ഗ്രീൻ പോട്ട് തയ്യാറായിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി നമുക്ക് ഇനി ചെയ്യാനായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണക്കാൻ വെക്കണം. എന്നാൽ മാത്രമേ പെയിൻ്റൊക്കെ ഇതിൻ്റെ ശരിക്കും പിടിക്കുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ഉണക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്കൊന്ന് ലൈറ്റ് ഒന്ന് ഓഫ് ആക്കാം. ലൈറ്റ് ഓഫ് ആക്കണം. നമുക്ക് ഹെഡ് ലാമ്പിലത്തെ ലൈറ്റ് നോക്കാനാണ്. അപ്പോൾ അതെ, ഇപ്പോൾ ലൈറ്റ് ഓഫ് ആക്കാനാണ്. ഇപ്പോൾ ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ അതെ, നമുക്ക് നോക്കാം. ഹെഡ് ലാമ്പ് നോക്കട്ടെ. വാവ്, അടിപൊളിയായിട്ടുണ്ട്. പച്ച കളർ ആയത് കാരണം ഇത്തിരി കൂടി നമുക്ക് അടിപൊളിയായിട്ടുള്ള നല്ല അടിപൊളി നിറമൊക്കെ തരുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ കാണുകയാണെങ്കിൽ ഇതിപ്പോൾ പല നമ്മൾ വേറെ കളറ് ആഡ് ചെയ്തായിരുന്നു. അപ്പോൾ അത് എനിക്ക് സ്ക്രീനിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ടാകുന്നത് എനിക്കുണ്ട്. പക്ഷെ ഇത് കണ്ട എനിക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല രസമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ നമുക്ക് ചുമ്മാ ഇരിക്കുമ്പോൾ അത് ഇങ്ങനത്തെ ഒരു വേണമെങ്കിൽ നമുക്കാണെങ്കിൽ ഇതിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ അതിങ്ങനെ ചെയ്യാനുള്ളൊരു വീഡിയോ കൂടിയാണ് ഇട്ടത്. ഉണ്ടോ? അതിങ്ങനെയൊക്കെ നമുക്ക് ആക്കിയിട്ട് നമുക്ക് പല പല പ്രോജക്റ്റൊക്കെ നിർമ്മിക്കാം. ഉണ്ടോ? ഉള്ളിലൊക്കെ നമുക്ക് കുറച്ചും കൂടി വേണമെങ്കിൽ ഹെഡ് ലാമ്പ് ഈ ഹെഡ് ലാമ്പ് കൊണ്ടത് അടിപൊളിയായിട്ടുള്ള ഇത്രയൊക്കെ വലിയ ലൈറ്റ് കണ്ട
ലൈക്കൊക്കെ നമുക്ക് ഇതേപോലെ നിർമ്മിക്കാം. ഇതുപോലെ നിങ്ങൾക്ക് വല്ല വീഡിയോ ചെയ്യണമെങ്കിൽ അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കൂടാതെ ഇതേപോലത്തെ കുറേ വീഡിയോസിനെ അടിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കൂടാതെ ഈ വീഡിയോയെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ള വേറെ വല്ല വീഡിയോയുടെ വല്ല ഐഡിയ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോറി, ഇതേപോലത്തെ നിങ്ങളുടെ കമൻറ്റിലൂടെ വേറെ നിങ്ങൾക്ക് ഈ വീഡിയോ ചിലപ്പോൾ ബോറായിട്ട് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും. എന്താണ് ഇവൻ എന്താണിത് കാണിക്കണത്, ഒരു സാധനം എടുക്കുന്നു എന്നിട്ട് ഈ ഹെഡ്ലാമ്പിലൂടെ ഇങ്ങനെ ആക്കുന്നു, ഇത് എന്ത് സാധനമാണെന്ന് തന്നെ നിങ്ങൾ കരുതിയിട്ടുണ്ടാവും. ഇപ്പോൾ അതിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതാണെങ്കിൽ ഞാൻ നിങ്ങളോട് സോറി ചോദിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ നിങ്ങൾക്ക് വേറെ കണ്ടന്റ് എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇങ്ങനത്തെ ഒരു ടൈപ്പ് വീഡിയോയുടെ എന്ന് പറയുകയാണെങ്കിൽ വീഡിയോയുടെ അതിന് വേണ്ടി നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. എന്നെക്കൊണ്ട് പറ്റുകയാണെങ്കിൽ ഞാൻ മാക്സിമം ശ്രമിക്കും അത് നേട്ടം. കാരണം നമുക്കിനി അടുത്ത വീഡിയോ കാണാം.